ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ സൗത്ത് ആഫ്രിക്ക ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാസ ഭാഗത്ത് ഇസ്രയേൽ വംശഹത്യ ചെയ്യുന്നു, അതിനെതിരെ വിചാരണ നടത്തണം, ശിക്ഷ ഉറപ്പാക്കണം എന്നതാണ്. ഈ ഒരു കേസ് സൗത്ത് ആഫ്രിക്ക ഒറ്റയ്ക്ക് കൊടുത്തതല്ല. ഇതിന് പിന്നിൽ നിരവധി രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏത് രാജ്യത്തിന് വേണമെങ്കിലും ഈ ഒരു കേസ് ഫോർവേഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഈ ഒരു കേസ് ഇപ്പോൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തതിനു ശേഷവും ഇസ്രയേൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ഞങ്ങൾക്കെതിരെ, ഞങ്ങളുടെ പരമാധികാരത്തിനെതിരെ പ്രവർത്തിച്ചു, മാത്രമല്ല ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ടുള്ള ഇസ്രയേൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസിനെ റെസ്പെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിനുള്ള ആ കേസിന്റെ വിധി വന്നിട്ടുണ്ട്. ആ ഒരു കേസിന്റെ വിധി എന്താണ്, കൂടാതെ ഇതിനെതിരെ ഇസ്രയേൽ പറഞ്ഞ ഷോക്കിംഗ് ഇൻഫർമേഷൻ എന്താണ്, ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസിൽ സൗത്ത് ആഫ്രിക്ക കൊടുത്ത ആ ഒരു കേസിന് 5 നിബന്ധനകൾ ഇസ്രയേലിനെതിരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിബന്ധന എന്ന രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇനിയും ഇസ്രയേൽ കറക്റ്റായി മുന്നോട്ട് നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ട കേസ് ഫോർവേഡ് ചെയ്യും. നിബന്ധനകളിലെ ആദ്യത്തെ ഒരു കാര്യം എന്നത് പ്രിവെന്റ്, അതായത് ഇസ്രയേൽ വംശഹത്യ ഉടനടിയായി തടയണം. ഈ ഒരു വാക്കാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം IDF, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ടല്ലോ, ഇവർ വാർ ക്രൈമാണ് ചെയ്യുന്നത് എന്നതിനുള്ള നിരവധി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൺട്രോൾ ചെയ്യണം. അവരെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണമെന്ന് അവർക്ക് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നത്, മൂന്നാമത്തെ നിബന്ധന എന്നത് വംശഹത്യ ചെയ്തവർ. വംശഹത്യ ചെയ്തത് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ IDF ആണെന്നുള്ളതും സൈനികരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സൈനികരിലും വംശഹത്യ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം അവർക്കുള്ള ശിക്ഷ നടപ്പാക്കണം. ഇത് ഇസ്രയേൽ നിരീക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഗാസ ഭാഗത്തേക്ക് നിരവധി സഹായങ്ങൾ വരുന്നുണ്ട്. ഖത്തർ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി സഹായങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ. എന്നാൽ ഇത് ഗാസ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇസ്രയേൽ തടഞ്ഞു നിർത്തുകയാണ്. ഈജിപ്തിന്റെ റാഫ ക്രോസിംഗ് വഴിയും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇസ്രയേലും ആ സഹായങ്ങൾ വാങ്ങിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് എത്തിക്കുന്നുമില്ല. മറ്റു പല രാജ്യങ്ങൾ ഗാസ ഭാഗത്തെ ജനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാലും അവിടേക്ക് സഹായങ്ങൾ എത്തിക്കാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ഈ സഹായങ്ങളെല്ലാം മാറ്റിവെക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു, ഇതിന് ഉടനടിയായി ഒരു എൻഡ് കാർഡ് കൊടുക്കണം. സോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനുഷിക പരിഗണന വെച്ച് ഗാസ ഭാഗത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹായങ്ങൾ തീർച്ചയായും മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന സഹായങ്ങൾ, അത് ശത്രു രാജ്യമാണെങ്കിലും ശരി, അതുപോലെ സുഹൃത്ത് രാജ്യങ്ങളുമായാലും ശരി, പാലസ്തീൻ ജനങ്ങൾക്കായി കൊടുക്കുന്ന സഹായം നേരിട്ട് അവരിൽ എത്തണം. ഇതിനുള്ള മാർഗങ്ങൾ ഇസ്രയേൽ സ്വീകരിക്കണം എന്ന് പറയുന്നു. ഇനിയെങ്കിലും സഹായം തടസ്സമില്ലാതെ ഗാസ ഭാഗത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വരുന്നത് സഹായമല്ല, സഹായം എന്ന പേരിൽ മിലിറ്ററി വെപ്പൺസ് അവർ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണമാണ്, പണസഹായമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് നിരീക്ഷിക്കാൻ തന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ഒരു ടീമിന്റെ ആവശ്യമുണ്ട് എന്ന് ഇസ്രയേൽ പറയുന്നു. ഇസ്രയേൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്, മാനുഷിക പരിഗണന വെച്ച് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഗാസ ഭാഗത്തെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു. വംശഹത്യ ചെയ്തു എന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് സമ്മതിച്ചു കഴിഞ്ഞു. അതിന് വിധിയും പറഞ്ഞു കഴിഞ്ഞു. ഈ വംശഹത്യ ചെയ്തതായിട്ടുള്ള തെളിവുകൾ ഇസ്രയേലിൽ ഉണ്ടാകും. അത് ഇസ്രയേൽ കൈപ്പറ്റിയിട്ടും ഉണ്ടാകും. അതിന്റെ ഫൂട്ടേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നശിപ്പിക്കാൻ പാടില്ല. അതായത് തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല. അടുത്ത ദിവസം അടുത്തതല വിചാരണ നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കാണാൻ പറ്റണം. തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല എന്ന ഉത്തരവ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ഉത്തരവ് എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് വളരെ വലിയ പ്രശ്നമുണ്ടാക്കാം. കാരണം സൗത്ത് ആഫ്രിക്ക ഈ കേസ് കൊടുക്കുന്ന സമയത്ത് നിരവധി എവിഡൻസ്, ഇന്റലിജൻസ് റിപ്പോർട്ട്, ഫൂട്ടേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. സോ സൗത്ത് ആഫ്രിക്ക കൊടുത്ത എവിഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇസ്രയേലിന് അറിയത്തുമില്ല. ഇനി അഥവാ എന്തെങ്കിലും തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ കുടുങ്ങുമോ എന്ന പല ചോദ്യങ്ങളും ഇസ്രയേലിന് വന്നിട്ടുണ്ടാകും. സോ ഈ തെളിവുകളെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഇസ്രയേലിനുണ്ട് എന്നും ICCJ പറയുന്നു. ആറാമതായി മറ്റൊരു ഉത്തരവ് കൂടിയുണ്ട്. ഈ പറഞ്ഞ 5 നിബന്ധനകൾ വെച്ചുള്ള ഒരു റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസിന് മുൻപാകെ സമർപ്പിക്കണം. സോ ഇത്രയും ഉത്തരവുകൾ കാണുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം,
മറ്റൊന്നുമല്ല, ഇസ്രയേൽ വംശഹത്യയാണ് ചെയ്തത് എന്ന് ICCJ കൺഫേം ചെയ്തിരിക്കുന്നു. അത് തടയാനുള്ള ശ്രമങ്ങൾ, അത് തടയാനുള്ള ഉത്തരവുകൾ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു ഉത്തരവ് പുറത്തു വന്ന ഉടൻ തന്നെ നെതന്യാഹു ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്റർനാഷണൽ റൂൾസും ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ബഹുമാനിക്കുന്നുണ്ട്. അത് ആരായാലും ശരി. എന്നാൽ അതിനേക്കാൾ ഞങ്ങളുടെ പരമാധികാരം, ഞങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസിന്റെ ഈ ഒരു ഉത്തരവ് ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ രാജ്യം എന്ന് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് സാരം. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ യുദ്ധം ഇതേപോലെ തന്നെ തുടരുമെന്നതിന്റെ ഒരു സിംബോളിക് മെസ്സേജ് ആണ് ഇത്. ഖാൻ യൂനിസ് ഭാഗത്താണ് ആക്രമണം നടക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അവിടേക്ക് ഒരു ഉത്തരവ് കൊടുക്കുന്നു, എത്രയും പെട്ടെന്ന് ജനങ്ങൾ പുറത്തു പോകൂ. ഈ ഒരു ഉത്തരവിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ വലിയൊരു എയർ സ്ട്രൈക്ക്. പാലസ്തീൻ അതോറിറ്റി പറയുന്നു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റ് കൊടുത്ത ആ ഒരു വിധിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ ബഹുമാനം എപ്പോഴും ഉണ്ടാകും. ഇസ്രയേൽ അവരുടെ അടുത്തഘട്ട നീക്കമായി ഇതെല്ലാം പാലിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പാലസ്തീൻ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ എത്തിക്കണം. ഈ ഒരു വിഷയത്തിന് കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലമൻ എന്ന ഹോസ്പിറ്റലിലും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ എത്ര പേർ ജീവനോടെയുണ്ട് അല്ലെങ്കിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഗാസ ഭാഗത്തുണ്ടായിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്, കോൾഡ് ആൻഡ് റെയിൻ എന്നത് അവിടെ മനുഷ്യർ വസിക്കുന്ന സ്വഭാവമുള്ള ഭൂമിയിൽ നിന്നും മുഴുവനായി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. ഓൾറെഡി അവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ ജോലിയില്ല, ആഹാരമില്ല, വെള്ളമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്ലൈമറ്റും അവർക്ക് എതിരായി പ്രതികൂലമായി ഇരിക്കുന്നത് കൊണ്ട് മനുഷ്യർ വസിക്കാൻ പറ്റാത്ത ഭൂമിയായി മാറിയിരിക്കുന്നു എന്നതാണ് അവിടെ നിന്നും വരുന്ന വിവരം. മിഡിൽ ഈസ്റ്റ് വാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അമേരിക്കയാണ് ഈ മിഡിൽ ഈസ്റ്റ് വാറിന്റെ പ്രധാന കാരണം. അമേരിക്ക ഇസ്രയേലിന് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് കാരണമാണ് മിഡിൽ ഈസ്റ്റ് വാർ രൂപം കൊള്ളുന്നത് എന്ന് പറയുന്നു. ഹൂതീസിനെതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് ചൈനയുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. റെഡ് സീ ക്രൈസിസ് കാരണം എല്ലാവരുടെയും ട്രേഡിങ്ങിൽ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇറാൻ ഹൂതീസിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ഒരു ആക്രമണം തടയണമെന്ന ഒരു റിക്വസ്റ്റ് ചൈനയുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ട്. അതേസമയം ഹൂതീസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ റഷ്യയിലേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നു. അടുത്തതായി എന്ത് ചെയ്യണം, എങ്ങനെ കളി നീക്കണമെന്ന് റഷ്യ ഹൂതീസിന് പറഞ്ഞു കൊടുക്കുമോ? ഇനി അഥവാ ടെക്നോളജി ട്രാൻസ്ഫർ ഹൂതീസിന് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട്. ഫ്രാൻസിന്റെ രണ്ടാമത് വാർഷിപ്പും റെഡ് സീയിൽ എത്തിക്കഴിഞ്ഞു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഈ 3 രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കപ്പലിന്റെ സംരക്ഷണത്തിനായി ഞങ്ങളും ഒരു ഫോഴ്സ് രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റെഡ് സീ ക്രൈസിസിനെതിരെ, ഹൂതീസിനെതിരെ. അങ്ങനെ ഫ്രാൻസ് ഇപ്പോൾ രണ്ടാമത്തെ വാർഷിപ്പും റെഡ് സീയിൽ എത്തിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങളും ഹൂതീസിനെതിരായി ഉണ്ട് എന്ന ഇൻഡയറക്റ്റ് മെസ്സേജ് ഫ്രാൻസ് പാസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.